ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് രാജേഷാണ്. നിങ്ങൾക്ക് ഏവർക്കും ആംഗ്ലിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാലിദ്വീപിൻ്റെ തലസ്ഥാനമായ മാലി സിറ്റിയിലാണ് ഞങ്ങളുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വിലിമാലി എന്ന ഒരു ചെറിയൊരു ഐലൻഡിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ ഐലൻഡിനെ വിലിങ്കിലി എന്നും വിളിക്കാറുണ്ട്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് മാഫാനു ഫെരി ടെർമിനലിൻ്റെ എൻട്രൻസിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് വിലിങ്കിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരു ടിക്കറ്റിന് ഇവർ ചാർജ് ചെയ്യുന്നത് 3 റുപ്പിയ 25 ലാറിയാണ്. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെ 17 രൂപയ്ക്ക് അടുത്ത് വരും. ഇന്ന് എന്നോടൊപ്പം മറ്റു 2 പേരും കൂടി ഉണ്ട്. ഒന്നെൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടാണുള്ളത്. ടിക്കറ്റ് എടുത്ത ശേഷം ടെർമിനലിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകാനായി ഈ കാണുന്ന മെഷീനിൽ നമുക്ക് ടിക്കറ്റ് സ്കാനിങ് ചെയ്യണം. ടിക്കറ്റ് സ്കാനിങ് ചെയ്താൽ നമുക്ക് അകത്തേക്ക് കിടക്കാം. ഓൾറെഡി കുറേ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ഫെരി വരുന്നുണ്ട്. ഇതൊരു നോർമൽ ഫെരിയാണ്. ഇവിടെ എയർ കണ്ടീഷൻ ഫെരികളും കാണാറുണ്ട്. എന്നാൽ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള നോർമൽ ഫെരിയാണ് ഇവിടെ ഉള്ളത്. മാലിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തുള്ള ഒരു ഐലൻഡാണ് വിലിങ്കിലി. അതുകൊണ്ട് തന്നെ ഇത്തരം ഫെരികളിൽ മാലി ടു വിലിങ്കിലി യാത്രയ്ക്ക് 5-6 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. വിലിങ്കിലിയിലെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ ചില പ്രത്യേകതകളുമൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ ഫിഷിംഗ് ഉണ്ട് കേട്ടോ. ചുക്കില്ലാതെ എന്ത് കഷായം എന്ന് പറയുന്നത് പോലെ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് കുറച്ച് ഫിഷിംഗ് കൂടി വേണ്ടേ. ഈ ഫെരി സർവീസ് 24 മണിക്കൂറും ഉണ്ട്. ഓരോ 15 മിനിറ്റിലും നമുക്ക് ഫെരി അവൈലബിൾ ആണ്. നമ്മുടെ ബോട്ട് വിലിമാലിക്കുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഈ ഫെരി ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന ജെട്ടിയെ ടീ ജെട്ടി എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഒരു ടീ ഷേപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഈ പുറകിൽ കാണുന്ന എല്ലാം ഫിഷിംഗ് ബോട്ടുകളാണ്. 2004 സുനാമി ദ്വീപുകാർക്ക് വലിയൊരു ദുരന്തം തന്നെയാണ് കൊടുത്തത്. അന്ന് ജീവഹാനി സംഭവിച്ച ഇവിടുത്തെ ജനങ്ങളുടെ ഓർമ്മയ്ക്കായി മാൽഡീവിയൻ ഗവൺമെൻറ് പണിത ഒരു സ്മാരകമാണ് ഈ കാണുന്നത്. അതിലെ ആ ഗോളങ്ങൾ മാലിദ്വീപിൻ്റെ 20 അറ്റോളുകളെയാണ് സൂചിപ്പിക്കുന്നത്. മാലിദ്വീപ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റായ സബ്മറൈൻ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനാണ് നിങ്ങൾ ആ കാണുന്നത്. ഇപ്പോൾ ഒരു ബോട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതിന് പുറകിലായിട്ട് കാണുന്ന ആ ഒരു സംഭവം സബ്മറൈനാണ്. 2 പ്ലാറ്റ്ഫോമുകൾക്കിടയിലാണ് സബ്മറൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവരുടെ ബോട്ടിൽ ടൂറിസ്റ്റുകളെ സബ്മറൈൻ അടുത്തേക്ക് എത്തിച്ച് കാഴ്ചകൾ കണ്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിലിങ്കിലിയിലേക്കുള്ള പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നമുക്ക് വിലിങ്കിലിയിൽ എത്തിച്ചേരാവുന്നതാണ്. ആ കാണുന്നതാണ് വിലിങ്കിലി ജെട്ടി. വിലിങ്കിലിയിൽ നിന്ന് മാലിയിലേക്ക് പോകുന്ന ഒരു ഫെരിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ കാണുന്ന ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം രാവിലെ സമയം ഇവിടുത്തെ ലോക്കൽസ് വന്ന് ഫിഷിംഗ് ചെയ്യാറുണ്ട്. കൂടുതലായും അവർ ചെറിയ ചൂരയാണ് പിടിക്കാറുള്ളത്. ഇവിടെ അതിന് ലട്ടി എന്നാണ് ഇവരുടെ ഭാഷയിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ വിലിങ്കിലിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് കടക്കാം. ഫെരിയിൽ നിന്നിറങ്ങി ഞങ്ങൾ ആദ്യം പോകുന്നത് തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ ബീച്ചിലേക്കാണ്. ആ ബീച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ പുറകിൽ കാണുന്നതാണ് മാലി സിറ്റി. അങ്ങ് ദൂരെ കാണുന്നത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയാണ്.
വിലിംഗിലി, മാലി, അതേപോലെ തന്നെ തിലഫുഷി എന്ന് പറഞ്ഞിട്ടുള്ള 3 ഐലൻഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ അഫ്കോൺസ് ആണ് കേട്ടോ. മാലിയെ അപേക്ഷിച്ച് വളരെ കാമായ ഒരു ഐലൻഡാണ് വിലിംഗിലി. അതുകൊണ്ട് തന്നെ മാലിയിൽ നിന്ന് നിരവധി ആളുകൾ വൈകുന്നേരങ്ങളിൽ മറ്റും ഇവിടേക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വരാറുണ്ട്. മാലിയെ അപേക്ഷിച്ച് വിലിംഗിലിയിൽ റൂമുകൾക്ക് റെന്റ് കുറവാണ്. മാലിയിൽ വർക്ക് ചെയ്യുന്ന നിരവധി ആളുകൾ ഇവിടെ റൂം എടുത്ത് താമസിക്കാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ടാണ് ഇവിടെ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസിന് മാത്രമേ അനുമതിയുള്ളൂ. ഈ പോകുന്ന ബസ് എല്ലാം ഇലക്ട്രിക് ബസ്സാണ്. ഇവിടെ നമുക്ക് ബസ്സും കാറും സ്കൂട്ടറും എല്ലാം കാണാം, പക്ഷെ എല്ലാം ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇവർ പിന്നെ ഇവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ്, എന്തൊക്കെയോ സംസാരിച്ച് വരുന്നുണ്ട്. ഈ കാണുന്നത് ഒരു നോർമൽ ട്രാൻസ്പോർട്ടേഷൻ ബോട്ടാണ്. കാരണം അതിൽ പ്രത്യേകിച്ച് ഒരു റിസോർട്ടിൻ്റെയും പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ എല്ലാ റിസോർട്ടുകൾക്കും അവരുടേതായിട്ടുള്ള ഓൺ ബോട്ടുകളുണ്ട്. ആ ബോട്ടുകളിലാണ് ഇവർ ടൂറിസ്റ്റുകളെ ഫെറി ടെർമിനലിൽ നിന്ന് റിസീവ് ചെയ്യുന്നതും തിരിച്ചു കൊണ്ടാക്കുന്നതും എല്ലാം. ഒരു ബോട്ടിൻ്റെ ഒരു ടേക്ക് ഓഫ് കണ്ടപ്പോൾ ചുമ്മാ ഷൂട്ട് ചെയ്ത് നിന്നേ ഉള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ഭയങ്കരമായ ഒരു ഫോട്ടോഷൂട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വ്യത്യസ്തമായ പോസുകൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബോട്ട് ഇവിടെ ഗൂഡ്സ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. മറ്റു പല ഐലൻഡിലേക്കും സാധനങ്ങളും അതോടൊപ്പം തന്നെ ഫിഷിങ്ങും ചെയ്യാറുണ്ട് ഇത്തരം ബോട്ടുകളിൽ. ഇനി നമുക്ക് സമയം കളയണ്ട, നമ്മുടെ ഫിഷിംഗ് ലൊക്കേഷനിലേക്ക് പോകാം. ഇന്ന് ഞാൻ അൾട്രാലൈറ്റ് കാസ്റ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അൾട്രാലൈറ്റ് ചെയ്യാൻ പറ്റിയ 1-2 നല്ല ലൊക്കേഷനുണ്ട്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ ആണിത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഫിഷിംഗ് ലൊക്കേഷൻ ഉള്ളത്. ചില ആളുകൾ പട്ടം പറത്തി കളിക്കുന്നുണ്ട്, ചില ആളുകൾ അതവിടെ കാർ ഓടിച്ച് കളിക്കുന്നു. കുട്ടിപ്പട്ടാളം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്നാൽ ഞാൻ ഈ ടാക്കിൾസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അൾട്രാലൈറ്റ് കാസ്റ്റിംഗ് ട്രൈ ചെയ്ത് നോക്കാം. വല്ല സ്ട്രൈക്കും കിട്ടുമോ നോക്കാം. ഉപയോഗിക്കുന്ന റീലും റോഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അൾട്രാലൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റോഡ് ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതൊരു ടെലസ്കോപ്പിക് റോഡാണ്. എന്തായാലും ഞാൻ പറയാം. മുമ്പൊക്കെ ഇവിടെ ധാരാളം മീനുകളുണ്ടായിരുന്നതാണ്. ഈ പാലം പണി വന്നതിന് ശേഷമാണ് ഇവിടുത്തെ മീനുകൾക്ക് കുറവ് തുടങ്ങിയത്. ഈ പാലം പണി കാരണം ഇവിടെ മീനുകൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തോന്നുന്നു, അറിയില്ല എനിക്ക്. ഈ ലൂറാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. വെറും 8 ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന ഒരു റെഡ് ഹെഡ് അൾട്രാലൈറ്റ് ലൂറാണത്. ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. എന്നാൽ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം, വല്ലതും കിട്ടുമെന്ന് നോക്കാം. സ്ട്രൈക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല ഇന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളതിനെ കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. റീലെല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഷിമാനോയുടെ CN ആണ്, 500 സൈസാണ്. ഇതാണ് ഞാൻ അൾട്രാലൈറ്റിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ റോഡ് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ഇവിടുന്ന് മേടിച്ച ഒരു റോഡാണ്, ഒരു ടെലസ്കോപ്പിക് റോഡാണ്. ഡൈവയുടെ ക്രോസ് ബീറ്റ് SW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡാണിത്. 8.3 ഫീറ്റാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഫ്യൂജി കമ്പോണൻ്റ് ആണ് കേട്ടോ. ഫ്യൂജി ഗൈഡും ഫ്യൂജി റീൽ സെറ്റൊക്കെ വരുന്ന ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് റോഡാണത്.
പല പല സ്പോട്ടിൽ നിന്ന് പല പ്രാവശ്യം കാസ്റ്റ് ചെയ്ത് നോക്കി ഗായ്സ്, ഒരു രക്ഷയുമില്ല, ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയില്ല. നമുക്ക് തിരിച്ച് മാലിയിലേക്ക് തന്നെ പോകാനുള്ളതാണ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വാട്ടർ സ്പോർട്സ് ഏരിയ ഉണ്ട്, അവിടേക്കൊന്ന് നിങ്ങളെ കൊണ്ടുപോകാം. നല്ലൊരു സൂപ്പർ ബീച്ചാണിത്. ഇവിടെ നിങ്ങൾക്ക് ജെറ്റ് സ്കൈയും അതേപോലെ സർഫിംഗ് ബോർഡും എല്ലാം കാണാൻ കഴിയും. ടൂറിസ്റ്റുകളുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നോർക്കലിംഗ് പോയിന്റാണ്, വിലിംഗിലിയിലത്തെ സ്നോർക്കലിംഗ് പോയിന്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ബീച്ച് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ എത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഓൾറെഡി അവിടെ നിന്നുള്ള ലൈറ്റാണ്, സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്ത നല്ല കിടിലൻ ബീച്ചാണത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടും ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ.